വാണം വിട്ട വേഗത്തിൽ രേണു കുതിക്കുമ്പോൾ തകർന്നടിഞ്ഞ് ജിസിൻ ആൻഡ് നിവിൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യ റൗണ്ട് വോട്ടിംഗ് ഒക്കെ ഇന്നലെ രാത്രിയോടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാം ദിനത്തിലേക്ക് വോട്ടിംഗ് കടന്നിരിക്കുകയാണ്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 വരെയുള്ള വോട്ടിംഗ് നമുക്ക് അതിവേഗത്തിലൊന്ന് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ടൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച നോമിനേഷന് വന്നിട്ടുണ്ടായിരുന്ന 8 മത്സരാർത്ഥികളായിരുന്നു. 8 ഒന്നിനൊന്ന് ശക്തരായിട്ടുള്ള മത്സരാർത്ഥികളാണെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. കാരണം ബിഗ് ബോസ് ഇന്ന് ഞായറാഴ്ച തുടങ്ങിയതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൗസിലോട്ട് ആദ്യമായിട്ട് എൻ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെ വിലയിരുത്താൻ സാധിക്കത്തില്ല. എന്തൊക്കെയാണേലും നിലവിൽ നോമിനേഷനുള്ള മത്സരാർത്ഥികളെല്ലാം തന്നെ കണ്ടന്റിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. വോട്ടിംഗ് പരിശോധിക്കുകയാണ്. 1ാം സ്ഥാനത്ത് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്ന കണ്ടസ്റ്റന്റ് ആരെന്ന് നോക്കുകയാണെങ്കിൽ അത് രേണു സുധി തന്നെയാണ്. രേണുവിൻ്റെ വോട്ട് തന്നെയാണ് ഓരോ മണിക്കൂറിലും ഞെട്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സപ്പോർട്ട് രേണുവിനായി എന്ന് ആദ്യ ദിനം വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. 2ാം സ്ഥാനത്തുണ്ട് അനുമോളാണ്. അനുമോളുടെ വോട്ട് ഞെട്ടിക്കുന്നുണ്ട്. നല്ലൊരു ഫാൻ സപ്പോർട്ട് അനുമോള് ബിഗ് ബോസ് വരുന്നതിന് മുമ്പേ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അനുമോളുടെ നല്ല രീതിയിലുള്ള ഒരു വോട്ടിങ്ങും കയറുന്നുണ്ട്. രേണു അനുമോൾ തമ്മിൽ നേരിയ ഡിഫറൻസ് ആണ്. അവർ മാറിയും പറഞ്ഞാണ് നിൽക്കുന്നത്. നിലവിൽ ഈ ഒരു മണിക്കൂറിലും അനുമോൾ 2ാം സ്ഥാനത്താണെങ്കിലും വരും മണിക്കൂറിൽ അത് 1ാം സ്ഥാനത്താനുള്ള സാധ്യതകളേറെയാണ്. 3ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടം ആര്യനെ മറികടന്ന് ഇപ്പോഴത്തെ മുൻഷി രഞ്ജിത്ത് മറികടക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. മുൻഷി രഞ്ജിത്തിന്റെ ഓരോ മണിക്കൂറിലും മുന്നേറ്റം നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റാത്ത രീതിയിലോട്ടാണ് അദ്ദേഹം വോട്ടുകൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ആര്യനെയാണ് നമുക്ക് ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നത്. ആര്യൻ്റെ വോട്ടിംഗ് ഒക്കെ തകർന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നല്ലൊരു മുന്നേറ്റം ഏതൊരു മണിക്കൂറിലും ആര്യന് കാഴ്ചവെക്കാൻ സാധിക്കും. കാരണം വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ഈ ഒരു മണിക്കൂർ 5ാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ജിസലിൻ്റെ മുന്നേറ്റം തന്നെയാണ്. എന്തൊക്കെയുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മുന്നേറ്റം ഈ ഒരു മണിക്കൂറിൽ ജിസൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന സാരികനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാരിക കണ്ടന്റുകൾ വലിയ രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണോ എന്തോ അത്രയ്ക്ക് നല്ലൊരു വോട്ട് നല്ലൊരു അവതാരകയൊക്കെ ആയിട്ടും സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല. നിലവിൽ 7ാം പൊസിഷൻ ഈ ഒരു മണിക്കൂറിലും ശൈത്യ തന്നെയാണ് തുടരുന്നത്. 8ാം പൊസിഷനിൽ നിവിനും തുടരുന്നുണ്ട്. ഇവർക്ക് മാത്രം വലിയ മുന്നേറ്റങ്ങളൊന്നും തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ വരും മണിക്കൂർ ഇവർ നല്ലൊരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് കണ്ടന്റുകളൊക്കെ ഇട്ട് പ്രേക്ഷകർക്ക് ഓക്കെ ആണെന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ വോട്ട് നാളെ കഴിഞ്ഞത്തേക്ക് ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഈ ഒരു മണിക്കൂറിലെ വോട്ടിംഗ് വെച്ച് ആര് പുറത്തു വന്ന് പറയാൻ സാധിക്കത്തില്ലെങ്കിലും ഡേഞ്ചർ പൊസിഷനിലുള്ള 4 പേരാണ്. അത് ശാരികയുണ്ട്, ജിസിലുണ്ട്, അതോടൊപ്പം തന്നെ ശൈത്യമുണ്ട്, അതോടൊപ്പം തന്നെ നിവീനുമുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ വരും മണിക്കൂറിലെ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ടൊക്കെ. അപ്പം നിങ്ങളുടെ വിലയേറിയ വോട്ട് ഇതിനോട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയത് ഏത് മത്സരാർത്ഥിക്കാണെന്ന് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.